പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 8 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായി. 3 വീതം 24 സാമ്പിളുകളാണ് പൂനെയിലേക്ക് അയച്ചിരുന്നത്. ഈ സാമ്പിളുകളെല്ലാം നെഗറ്റീവായി. കുട്ടിയുടെ രക്ഷിതാക്കളടക്കം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 48 പേരാണ് മെഡിക്കൽ കോളേജുകളിലുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽ നിലവിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതുതായി സജ്ജമാക്കിയ ലാബിൽ നടത്തിയ പരിശോധനയിൽ 2 പേരുടെ കൂടി ഫലം നെഗറ്റീവായി. നമുക്ക് ആശ്വാസകരമായ വാർത്തയാണ്. പൂനെയിലേക്ക് അയച്ച 8 പേരുടെ സാമ്പിളുകൾ 24 സാമ്പിളുകളാണ് അയച്ചത്. 8 പേരുടെ 3 സാമ്പിളുകൾ വീതം 24 സാമ്പിളും 8 പേരുടേതും നെഗറ്റീവാണ്. ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജിൽ നമ്മൾ ടെസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ 8 പേര് ആശ്വാസമാണ് എന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ പേരൻസും അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സും ഉണ്ടായിരുന്ന ഹെൽത്ത് വർക്കേഴ്സും ഈ 8 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ക്ലോസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ളവർക്ക് നെഗറ്റീവാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 10 പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവ്. 3 വീതം സാമ്പിളുകളാണ് അയച്ചിരുന്നത്. സാമ്പിളുകളെല്ലാം നെഗറ്റീവായി. കുട്ടിയുടെ രക്ഷിതാക്കളടക്കം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കൂടുതൽ പേരുടെ സാമ്പിൾ ഇന്ന് പരിശോധിക്കും. 48 പേരാണ് മെഡിക്കൽ കോളേജിലുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽ നിലവിലുള്ളത്. പുലർച്ചെ 5 പേരുടെ സാമ്പിൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ഫലം ഇന്ന് തന്നെ പുറത്തുവരും. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 251 പേരിൽ 54 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. 38 പേർ ആശുപത്രി ഐസൊലേഷനിലാണ്. 11 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ 48 പേരുടെയും അതിൽ 8 പേർ നമ്മളിപ്പോൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. 5 പേരുടെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് തന്നെ കുറച്ച് സാമ്പിളുകൾ കൂടി നമ്മൾ പൂനെയിലേക്ക് അയച്ചിരുന്നു. ഏതായാലും മുഴുവൻ പേരുടെയും ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. 48 പേരെന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് കോൺടാക്ട്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവരുടെ ഫലമാണ് നെഗറ്റീവായത്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 30 പേർ ആരോഗ്യ പ്രവർത്തകരാണെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് നിന്ന് 31, വയനാട് 4, എറണാകുളം 1, മലപ്പുറം 8, കണ്ണൂർ 3, പാലക്കാട് 1 എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മെഡിക്കൽ കോളേജിലുള്ളത്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള വയനാട് നിന്നുള്ള 4 പേര്, എറണാകുളത്ത് നിന്ന് ഒരാൾ, മലപ്പുറം 8 പേര്, കണ്ണൂരിൽ നിന്ന് 3 പേര്, പാലക്കാട് നിന്ന് ഒരാൾ. അപ്പോൾ ആ രീതിയിൽ അത് നമുക്കിപ്പോൾ ഈ 5 പേരുടേതാണ് സാമ്പിൾ ഇട്ടത്. അപ്പോൾ അതിൻ്റെ RT-PCR ടെസ്റ്റ് രാത്രി വൈകിയാണ് ആരംഭിച്ചത്. അപ്പോൾ തുടങ്ങിയത് അത് ഒരു 9 മണി കഴിഞ്ഞിട്ടേ അത് പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം അത് റീഡ് ചെയ്യുള്ളൂ.